പ്രിയമുള്ളവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 ശബരിമലയിൽ നിന്നും കൈമാറിയത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥൻ. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥൻ നിർണായക മൊഴി നൽകിയിട്ടുണ്ട്. ചെമ്പിൽ പൊതിഞ്ഞതിനാൽ മാത്രമാണ് ചെമ്പ് എന്ന് എഴുതിയതെന്നും അത് സാങ്കേതികത്വം മാത്രമാണെന്നും ഉദ്യോഗസ്ഥന്റെ മൊഴിയിലുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വളരെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്റെ കയ്യിൽ 2019 കിട്ടിയത് ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞ് ഇനി രക്ഷപ്പെടാനാവില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്, ഹരി? അരുൺ, രേഖകളായി മാത്രം നിൽക്കുകയാണ്. രേഖകൾ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിലയുമില്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ദേവസ്വം ഓഫീസർമാർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വത്തിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവർ രണ്ടുപേരുടെയും നിർണായക മൊഴികളാണ് ദേവസ്വം വിജിലൻസ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ മൊഴികളിൽ കൈമാറിയത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. തികച്ചും സാങ്കേതികത്വം നിറഞ്ഞ നടപടി മാത്രമാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇരുവരും മൊഴി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ വിജിലൻസിന് ലഭിച്ചിട്ടുള്ള ഈ സ്വർണം പൊതിഞ്ഞ സമയത്തെ ജ്വല്ലറി ജീവനക്കാരായ വിജയ് മല്യയുടെ സംഘത്തിലെ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയപ്പോഴും ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. സ്വർണം പൊതിഞ്ഞതും അതിന്റെ കണക്കുകളും അടക്കമാണ് അവർ വിവരിച്ചത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് 2019 കൈമാറിയത് സ്വർണം പൊതിഞ്ഞ പാളികൾ തന്നെയാണ്, 12 പാളികളാണ് എന്നുള്ള കാര്യമാണ് ദേവസ്വത്തിലെ ഈ മുൻ ജീവനക്കാർ അല്ലെങ്കിൽ മുൻ ഉദ്യോഗസ്ഥർ 2019 ഇത് കൈമാറുമ്പോൾ മഹസറിൽ എഴുതി ഒപ്പിട്ട ഉദ്യോഗസ്ഥർ തന്നെ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രേഖകളിൽ എങ്ങനെ വന്നു എന്നുള്ള ദേവസ്വം വിജിലൻസിന്റെ ചോദ്യത്തിന് അത് തികച്ചും സാങ്കേതികത്വം മാത്രമാണ് എന്നുള്ള മറുപടിയാണ് ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അതായത് പൂർണ്ണമായിട്ടും ചെമ്പിൽ പൊതിഞ്ഞതാണ്, അത് സ്വർണത്തിന്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് എഴുതിയത്, അത് സാങ്കേതിക നടപടി മാത്രമാണ്, അവിടെ ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. പക്ഷേ അത് അബദ്ധം മാത്രമായി ദേവസ്വം വിജിലൻസ് കരുതുന്നില്ല, അതൊരു ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ള സ്വഭാവത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് വിശദമായ, അതായത് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനാണ് ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിലകത്ത് മറ്റൊരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ നിലപാട്. മാത്രമല്ല ഇതേ ഉദ്യോഗസ്ഥർ, അതായത് ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ രണ്ടുപേരും പിന്നെ ഒപ്പം തന്നെ ദേവസ്വം കമ്മീഷണർ മൊഴി ഇനി രേഖപ്പെടുത്താനുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ദേവസ്വം വിജിലൻസിന് കേൾക്കേണ്ടതുണ്ട്. ഇവർക്കെതിരെ ഇവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഒരു നടപടി, വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ ദേവസ്വം വിജിലൻസിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പുറകെ ആ ശുപാർശ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഇവരുടെ മൊഴികൾ സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് ദേവസ്വം വിജിലൻസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദിവസങ്ങളായി ദേവസ്വം വിജിലൻസിന് മുൻപിലും മാധ്യമങ്ങൾക്ക് മുൻപിലും ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു വാദം ആ രേഖകളായിരുന്നു. പക്ഷേ ആ രേഖകളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴിയാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർ, അന്നത്തെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മൊഴി നൽകിയിരിക്കുന്നത്. അരുൺ, ഓക്കെ, എന്തായാലും വളരെ നിർണായകമായ മൊഴിയാണ്. നമ്മളിനി പുറത്തുവിടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴിയാണത് സാധൂകരിക്കുന്നത്. ഹരി, ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ 1999 വിജയ് മല്യ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൊതിയുമ്പോൾ അതിൽ പൊതുമരാമത്തിന്റെ രേഖകളിൽ അത് സ്വർണം പൊതിഞ്ഞു എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ മാത്രമാണ് അതിലെ കൃത്യമായ തൂക്കമോ അതിൽ സ്വർണമോ എന്നൊന്നും രേഖപ്പെടുത്താതിരുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് മൊഴി കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് അത്ഭുതമായ ഒരു കാര്യം, സെക്രട്ടറി കമ്മീഷണറിലേക്ക് കൊടുത്തിരിക്കുന്ന ഫയലിൽ അന്ന് ചെമ്പുപാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് എഴുതിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാനിടയായത്. അന്നിത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന് എഴുതിയിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പോൾ ഇനി വരുന്ന ചോദ്യം ഇതാണ്, സ്വർണം പാകിയതാണ് ഈ ചെമ്പുപാളികൾ എന്ന് ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന മൊഴി, ചെമ്പെന്നെഴുതിയിരിക്കുന്നത് കേവലം സാങ്കേതികത്വം മാത്രമാണ് എന്നതിപ്പോൾ പുറത്തു വരുമ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ടത് സ്വർണം പൊതിഞ്ഞ ആ പാളി എന്ത് ചെയ്തു എന്നതാണ്. അതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ആ പാളി എവിടെ പോയി എന്നുള്ളതാണ്. കമ്പനിയിലെത്തിയിട്ടില്ല. 39 ദിവസം ഇത് ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഇത് മാറ്റിയെടുത്തോ അതല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രം സ്വർണം മാത്രം അടർത്തിയെടുത്ത് ഇത് വീണ്ടും കൊണ്ടുപോയോ? അതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹരി ആ ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്.
തീർച്ചയായിട്ടും വരും. ആ ചോദ്യത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ തന്നെ മൊഴി ദേവസ്വം വിജിലൻസിന് സ്ഥിരീകരിക്കാവുന്ന മൊഴിയായിട്ട് ലഭിച്ചത് 800 ഗ്രാം സ്വർണം. ആ 800 ഗ്രാം സ്വർണ്ണമാണ് 1999 വിജയ് മല്യയുടെ സംഘത്തിൽ പെട്ട ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. 800 ഗ്രാം സ്വർണം അത് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത്, അതായത് 2019 തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് 397 ഗ്രാമായി കുറഞ്ഞു എന്നുള്ളതാണ്. ബാക്കി സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. തൻ്റെ കയ്യിൽ കിട്ടിയ ഈ രേഖ എന്നുള്ള പിടിവിൽ വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്ര വേഗത്തിൽ ആ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട മൊഴികൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വീഴ്ചയുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തുക. പക്ഷേ ആ സ്വർണം എവിടെ പോയി, അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആണോ ആ സ്വർണം കാണാതായതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മാത്രവുമല്ല ഇതിന്റെ വലിയൊരു കാലയളവ്, അതായത് 39 ദിവസമാണ് ആ പാളികൾ കൊണ്ട് ഈ നാട് നീളെ, അതായത് പല സ്ഥലങ്ങളിലും തമിഴ്നാടും കർണാടകയും ഹൈദരാബാദും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങുകയും ചെയ്തു. ആ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒട്ടേറെ ദുരൂഹതകളുണ്ട്. അതിനുകൂടി ഉത്തരം എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഹരി. വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ഹരി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി സംശയം വേണ്ടല്ലോ, കൊടുത്തത് സ്വർണ്ണപ്പാളിയാണ് എന്ന ഉദ്യോഗസ്ഥന്റെ ആധികാരികമായ മൊഴി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ചോദ്യം ഇതാണ്, ആ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എവിടെ പോയി? അത് ബാംഗ്ലൂർ വഴി ആന്ധ്രാപ്രദേശ് വഴി ചെന്നൈയിൽ എത്തിയപ്പോഴേക്ക് സ്വർണം പോയി ചെമ്പ് മാത്രമായത് എങ്ങനെയാണ്? മാറ്റിയോ? വേറൊരു മോൾഡിലേക്ക് മാറ്റിയോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9:30.